എല്ലാവർക്കും നമസ്കാരം. നോൺ റെസിഡൻസിൻ്റെ കയ്യിൽ നിന്നും TDS ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അത് ഹയർ റേറ്റ് ഓഫ് TDS ആണ് എന്ന് പറയുന്നതായ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി പലപ്പോഴും ഡിഡക്ടേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. കണ്ടുവരുന്നതിൽ ഈ നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്ന പലരും ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റാറ്റസ് പ്രകാരം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറുകയും യഥാർത്ഥത്തിൽ ഹയർ റേറ്റ് ഓഫ് TDS അവരിൽ നിന്നും ഡിഡക്ട് ചെയ്യേണ്ടതായ ആവശ്യം വരുന്നില്ല. നോർമൽ റേറ്റ് ഓഫ് TDS എന്താണോ റെസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത് ആ റേറ്റ് ഓഫ് TDSന് മാത്രമേ പലപ്പോഴും അപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. അപ്പോൾ ആരാണ് ഡീംഡ് റെസിഡൻറ്റ്? ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 61A ഡീംഡ് റെസിഡൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നതെന്നുണ്ടെങ്കിൽ പുതിയ 2025 ആക്ടിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 7 ഇതിനെപ്പറ്റി പറയുന്നത്. 3 കണ്ടീഷൻസിന് വിധേയമാകുമ്പോഴാണ് ഒരു വ്യക്തി ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് മാറുന്നത്. കണ്ടീഷൻ നമ്പർ 1, അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. കണ്ടീഷൻ നമ്പർ 2, അദ്ദേഹം താമസിക്കുന്ന രാജ്യം അവിടെ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന ഈ വരുമാനത്തിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉദാഹരണത്തിന് ദുബായിലോ UAE കൺട്രീസിലോ ഒമാൻ പോലെ ഖത്തർ പോലെ ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ നികുതി ഇൻകം ടാക്സ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ആ രാജ്യത്താണ് അദ്ദേഹം താമസിക്കുന്നത് നോൺ റെസിഡൻറ്റ്. 3, ഇന്ത്യയിൽ നിന്നുണ്ടാവുന്ന മൊത്തം വരുമാനം 15 ലക്ഷം രൂപയേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻസിന് വിധേയമായി ഒരു വ്യക്തി ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് മാറുന്നു. ഡീംഡ് റെസിഡൻ്റ് ആകുമ്പോൾ തന്നെ അദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് കൂടെയാണ്. അങ്ങനെ ഉണ്ടാവുന്നതായ വ്യക്തിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോൺ റെസിഡൻറ്റിന് ഉണ്ടാവുന്നതായ ഹയർ റേറ്റ് ഓഫ് TDSകൾ അപ്ലിക്കബിൾ അല്ല. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 12% പ്ലസ് സർചാർജ് പ്ലസ് സെസ് എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്നതായ നികുതി നിരക്കുകളോ അല്ലെങ്കിൽ വാടക കൊടുക്കുന്ന സമയത്ത് 30% പ്ലസ് സെസ് എന്ന് പറയുന്നതായിട്ടുണ്ടാവുന്നതായ നിരക്കുകളോ ആപ്ലിക്കബിൾ അല്ല. മറിച്ച് സാധാരണ ഉണ്ടാവുന്നതായ റെസിഡൻസിൻ്റെ കയ്യിൽ നിന്ന് റെന്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതായ 10%, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് 50 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ മാത്രം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന 1% നികുതി TDS മാത്രമേ ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുണ്ടാവുന്നതായ ഈ ഡീംഡ് റെസിഡൻ്റ് ആണോ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യുന്നതായിട്ടുണ്ടാവുന്ന വ്യക്തി എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹയർ റേറ്റ് ഓഫ് TDSൽ നിന്നും ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകുന്നതായ കോൺസിക്വൻസസ് ഓഫ് നോൺ ഡിഡക്ഷൻ പാർട്ട് ഡിഡക്ഷൻ ഇല്ലാതെ കണ്ട് തന്നെ ഡീംഡ് റെസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ നിരക്കിൽ തന്നെ ചെയ്യാവുന്നതാണ്. താങ്ക് യു.